അന്നേരമാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് കൃത്യമായിട്ടൊന്ന് ചിന്തിച്ചത്. ഒരു ബൂത്തിൽ അല്ലെങ്കിൽ ഒരു വാർഡിൽ മാക്സിമം 1200 പേര്, അത്രേ ഉള്ളൂ. നമ്മുടെ ഏത് ബൂത്ത് എടുത്താലും ഈ 1200 ഉണ്ടെങ്കിൽ പോലും ഒരു വീട്ടിൽ ഒരു 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ 300 വീട്. മാക്സിമം വോട്ടർമാരുള്ളത് 1200 കൂടി വന്ന 300 വീട്. 5 പേരൊക്കെ ഉണ്ടെങ്കിൽ വീടുകൾ പിന്നെയും കുറയും. ഈ ബൂത്തിന് ഒരു BLO, ബൂത്ത് ലെവൽ ഓഫീസർ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് മുകളിൽ ഒരു ERO, ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ എന്നാണ് അയാളുടെ പേര്. അതിനു മുകളിൽ ഒരു DEO, ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ. മുൻകാലങ്ങളിൽ ഇവർക്കൊക്കെ കൊടുത്തോണ്ടിരുന്നത്, ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ BLOമാർക്ക് കൊടുത്തോണ്ടിരുന്നത് 6000 രൂപ പ്ലസ് 1000 രൂപ, അങ്ങനെ 7000 രൂപയായിരുന്നു ഇൻസെന്റീവായിട്ട് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോ അത് 12000 പ്ലസ് ഒരു 2000 ആക്കിയിട്ട് ഇൻസെന്റീവ് ആക്കി. ഒരു ഓവർ ടൈം ആയിട്ട് നിങ്ങൾ ഈ വീടുകളിൽ പോയി ഈ SIR ഒന്ന് പൂരിപ്പിച്ചു കൊടുക്കണം. അഡീഷണൽ 14000 രൂപ കൊടുത്തിട്ടാണ് പറഞ്ഞത് ശമ്പളത്തിന്റെ പുറത്ത്. അവിടെ ചെന്ന് ഈ ഫോം അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. സംശയമുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. 90% ആളുകൾക്ക് സംശയമൊന്നുമില്ല, അവരത് പൂരിപ്പിക്കും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ കമ്പ്യൂട്ടറിലോട്ടൊന്ന് അടിച്ചു കയറ്റി കൊടുക്കണം. സൂക്ഷ്മ പരിശോധന ERO, ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ നോക്കിക്കോളും. ഇത്രയും പണിയേ ഉള്ളൂ. ഇത് 30 ദിവസം കൊണ്ട് വളരെ ചെയ്യാവുന്നതേ ഉള്ളൂ, വളരെ ലളിതമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ചെയ്യലെന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഈ അടുത്ത കാലത്ത് പലപ്പോഴും ഞാൻ കണ്ടു ചില ഉദ്യോഗസ്ഥന്മാർ ടൗണിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ സീറ്റൊക്കെ വലിച്ചു നിൽക്കുന്ന കാണാം. എന്നിട്ടൊരു ഓഫീസിൽ വന്ന് നോക്കുമ്പം അവർ ഓഫീസിൽ ഒരു 12-12:30 ആകുമ്പോൾ വരും. അപ്പൊ ഇതുപോലെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇത് പൂർത്തീകരിക്കാൻ സമയം കിട്ടുകയില്ല. പക്ഷെ BLOമാരുടെ പ്രശ്നം, അവർ പറഞ്ഞത് ഭയങ്കര ജോലിഭാരമാണ്, താങ്ങാൻ പറ്റിയല്ല. പക്ഷെ 2 അഭിപ്രായമുണ്ട്. ഈ ആശാ വർക്കർമാർക്കകത്ത് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരെ വിളിച്ച്, ബോധമുള്ളവരെ വിളിച്ച് അവർക്കൊരു ട്രെയിനിങ് കൊടുത്തായിരുന്നെങ്കിൽ, അവർക്ക് 100-300 രൂപ വെച്ച് കൊടുത്താൽ, അവർക്ക് 249 രൂപ ഈയിടെ ഇച്ചിരി കൂട്ടുമെന്ന് പറഞ്ഞ് ഇലക്ഷൻ ആയതുകൊണ്ട് കൂട്ടി കാണുമായിരിക്കും. ഇനി ഒരു 500 രൂപ വെച്ച് കൊടുത്താൽ പോലും 10 ദിവസം കൊണ്ട് അവർ ഈ പണി ചെയ്തേനെ. ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ ആശാ വർക്കർമാർ ഇതങ്ങ് ചെയ്തേനെ. ഇവന്മാരെ ഇത് ഏൽപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഈ IT പിള്ളേർ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ചെറുപ്പക്കാർ പിള്ളേർ പണിയില്ലാതെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനത്തെ കുറെ പേരെ വിളിച്ചിട്ട് ഈ 14000 രൂപ അവർക്ക് കൊടുത്തിട്ട് അവരോട് ഒരു ട്രെയിനിങ് കൊടുത്തായിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ടും ഒരു 10 ദിവസം കൊണ്ട് ലാപ്ടോപ്പുമായിട്ട് വീടുകളിൽ കൂടെ പോയിട്ട് കൃത്യമായിട്ട് അത് അടിച്ചു കയറ്റി കറക്റ്റായിട്ട് ഗവൺമെന്റിന് കൊടുത്തന്നെ. ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ മുന്നോട്ടെങ്കിലും ചിന്തിക്കാമെങ്കിൽ ഇവന്മാരുടെ അഹങ്കാരം കുറെ കുറയും.